ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അപ്പൊ കാർഡുകൾ ഓൾറെഡി ഷഫിളാണ്. നമുക്ക് ചോദിക്കാം വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങളെ ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കാം. നമുക്കൊരു 6 കാർഡ് എടുത്ത് നോക്കാം. ഒന്നാമത്തെ കാർഡ് പേജ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. മൂന്നാമത്തെ കാർഡ് 10 ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ്. അഞ്ചാമത്തെ കാർഡ് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ആറാമത്തേത് ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ കാർഡാണ് വന്നിരുന്നത്. ഏഴാമത്തെ പേജ് ഓഫ് സോഴ്സിന്റെ കാർഡാണ്. അപ്പൊ എല്ലാം ഒരുമാതിരി നല്ല സ്പ്രെഡാണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അപ്പം ആ വ്യക്തി നിങ്ങളെ ഒരു യങ്ങർ എനർജിയാണ് ആദ്യത്തെ കാണിച്ചിരിക്കുന്നത്. പേജ് ഓഫ് കപ്പിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് കാണിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നു. അധികം താമസിക്കാതെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പേജ് ഓഫ് കപ്പിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ്, നല്ല ഉഷാറുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പം അധികം താമസിയാതെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡ് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്പുകൾ എപ്പോഴും കൂടുതൽ റിലേഷൻഷിപ്പിനെ മാറ്റാവുന്ന ഏസ് ഓഫ് കപ്പ് ബന്ധത്തിന്റെ പുതിയ തുടക്കങ്ങളൊക്കെ വന്നെടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ആ വ്യക്തി നിങ്ങളുമായി ചേർന്ന ഒരു ബന്ധം പുതിയതായി തുടങ്ങണം എന്ന് ആശിക്കുന്ന ഒരു കാർഡാണ് ഏസ് ഓഫ് കപ്പ്. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആശിക്കുന്ന ഒരു കാർഡാണ്. മൂന്നാമത്തെ കാർഡ് 10 ഓഫ് പെൻഡക്കിളിന്റെ എനർജിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കർമ്മ കംപ്ലീഷൻ. 10 കാർഡ് എപ്പോഴും ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്. അപ്പം ഒത്തിരി പൈസ ഒക്കെ സമ്പാദിക്കണം. അപ്പം കുട്ടികളും ഒക്കെ ഉള്ള ആളായിരിക്കും. അപ്പം ഉള്ള വ്യക്തികളായിരിക്കും, ആണാവാം പെണ്ണാവാം. പക്ഷെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അധികം ധനം സമ്പാദിക്കണം എന്ന് ഒരു ഉദ്ദേശമുള്ളതായിട്ട് കാണിക്കുന്നു. അപ്പം ഒത്തിരി പൈസയൊക്കെ സമ്പാദിച്ചിട്ട് വരുന്നൊരു കർമ്മ കംപ്ലീറ്റ് ചെയ്തിട്ട് പൈസയൊക്കെ സമ്പാദിച്ചു വരുന്നൊരു സ്റ്റേജിനെയാണ് ആ കാർഡ് കാണിക്കുന്നത്. നാലാമത്തെ കാർഡ് ദി സൺ കാർഡാണ്. ഈ കാർഡ് ഒരു സ്പിരിച്വൽ റിലേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇതിൽ എല്ലാം പാസ്റ്റിൽ ഉപേക്ഷിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാവുന്ന ഒരു കാർഡാണ് ദി സൺ കാർഡ്. എന്ന് പറഞ്ഞാൽ പുറകിൽ നിൽക്കുന്ന പൂക്കളൊക്കെ അതിന്റെ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പം ആ സൺ കാർഡ് ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. അപ്പൊ കുട്ടികളിൽ എപ്പോഴും അപ്പൊ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി അധികം ബോധേഡല്ല. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് ഒരു കുട്ടിയെ പോലെ പുതിയ ബന്ധം കൂടുതൽ മുന്നോട്ട് പോകണമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് ഏസ് ഓഫ് പെൻഡക്കിളിന്റെ കാർഡാണ്. ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ധനം വന്നെടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുമ്പം കുറെ പണം സമ്പാദിച്ചിട്ട് ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും സെറ്റിൽ ചെയ്തിട്ട് വേണം എനിക്ക് മുന്നോട്ട് ഇവരോടൊത്ത് ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ പുതിയ തുടക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതം എപ്പോഴും പൈസയുടെ പേരിൽ സെപ്പറേറ്റ് ആവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പുതിയ ധനാഗമ മാർഗങ്ങളൊക്കെ ഈ വ്യക്തി കണ്ടെത്തുകയാണ് ഈ ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ കാർഡ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നത് പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. പേജ് ഓഫ് സോർട്സിന് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു എനർജിയാണ്. പേജുകൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷന്റെ കാർഡാണ്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നോ കോണ്ടാക്ട് ഉള്ളയൊക്കെ വ്യക്തികളായിരിക്കും. വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് ഉപേക്ഷിച്ച് ചിലപ്പം പോരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് ചെയ്ത് അതൊക്കെ വേണ്ട എന്ന് വെച്ച് നിങ്ങളിലേക്ക് വന്നെടുക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ജോലി കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബജീവിതം ഉണ്ടാവുകയില്ല എന്ന് സമ്പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഉപേക്ഷിച്ച് വരുന്നതാകും ഈ കാർഡ് നമുക്ക് പറയുന്നത്. അതിനെ ഉപേക്ഷിച്ചെന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത്. പൊതുവെ നല്ല സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എല്ലാം
രണ്ട് കപ്പിന്റെ എനർജികൾ വന്നു, ഒരു മേജർ ആർക്കാന വന്നു, പെന്റക്കിളിന്റെ രണ്ട് എനർജി വന്നു, ഒരു കാർഡ് മാത്രം സോഴ്സ്, അത് പേജിന്റെ സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. പൊതുവെ നല്ല സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. അലക്ഷ്മിയുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ മുണ്ടൻ തന്നെയാണ്. ഇത് നല്ല പോസിറ്റീവ് കാർഡ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.